പ്രത്യാശയുടെ ജൂബിലി തീർത്ഥാടനത്തിന് വെനീസിൽ നിന്നും കാൽനടയായി വത്തിക്കാനിൽ എത്തിയ 3 തടവുകാരെ സ്വീകരിച്ച് ലെയോ പാപ്പ. വെനീസിലെ മേരി മേജർ തടവറയിലുള്ള 3 അന്തേവാസികളാണ് ജൂബിലി തീർത്ഥാടനത്തിന് കാൽനടയായി വത്തിക്കാനിൽ എത്തിയത്. പ്രത്യേക അനുമതിയോടെ കാൽനടയായിട്ടാണ് മൂവരും റോമിൽ എത്തിയത്. വെനീസ് പാത്രിയാർക്കീസും തടവറയുടെ ചാപ്ലെയിനുമായ ആർച്ച് ബിഷപ്പ് ഫ്രാഞ്ചെസ്കോ മൊറാലിയയും വെനീസ് അതിരൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന എപ്പിസ്കോപ്പൽ വികാരിയും തീർത്ഥാടനത്തിൽ തടവുകാരെ അനുഗമിച്ചു. തടവുകാരും പാത്രിയാർക്കീസും അടങ്ങുന്ന സംഘം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വിശുദ്ധ വാതിൽ കടക്കുകയും പരിശുദ്ധ പിതാവിനെ സന്ദർശിച്ച് തങ്ങളുടെ ആത്മീയ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. കാൽനടയായി നടത്തിയ ജൂബിലി തീർത്ഥാടനത്തിന്റെ പ്രാധാന്യം പരിശുദ്ധ പിതാവിനെ അറിയിക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം പാത്രിയാർക്കീസ് എടുത്തു പറഞ്ഞു. വെനീസിൽ നിന്നും കൊണ്ടുവന്ന സമ്മാനങ്ങളും പാപ്പായ്ക്ക് നൽകി. തികച്ചും സൗഹാർദ്ദപരമായിരുന്നു ലെയോ 14 പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയെന്നും അദ്ദേഹം സുഹൃത്തിനെ പോലെ തങ്ങളോട് സംസാരിച്ചുവെന്നും വിവിധ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞുവെന്നും തടവുകാർ പറഞ്ഞു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് വെനീസിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള അനുഭവങ്ങൾ ലെയോ പാപ്പ പങ്കുവച്ചു. ശിക്ഷാ കാലാവധി കഴിഞ്ഞ് നിയമപ്രകാരം മടങ്ങാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് 3 തടവുകാരും റോമിലേക്ക് കാൽനടയായി തീർത്ഥാടനം നടത്തിയത്. തടവറ ആളുകൾക്ക് മാനസാന്തരപ്പെടുവാനുള്ള അവസരം ഒരുക്കുന്ന ഇടമാണെന്നും ഈ തീർത്ഥാടനം പ്രായശ്ചിത്തത്തിന്റെ അനുഭവം സമ്മാനിക്കുന്നതാണെന്നും തടവറയുടെ ചുമതലയുള്ള ഫാദർ എൻറിക്കോ ഫരീന എടുത്തു പറഞ്ഞു. റോമിലുള്ള മറ്റു ബസിലിക്കകളിലും സംഘം തീർത്ഥാടനം നടത്തി. ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹത്തിൽ ഏവർക്കും ഇടമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലെ വേറിട്ട സംഭവമായി തടവുകാരെ പാപ്പ സ്വീകരിച്ചത്.